പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലയോളായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുസഭയിൽ ഒത്തിരിയധികം വിശുദ്ധരെയും ഒത്തിരിയധികം പ്രേക്ഷിതരെയും നൽകി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയിൽ സ്ഥാപിതമായ ജെസ്യൂട്ട് സഭാ സമൂഹത്തെ വാർത്തെടുത്ത വിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലയോള. തീർച്ചയായും ഒരു വ്യക്തിയെ ദൈവം ഉയർത്തുമ്പോൾ ദൈവത്തിനൊരു ദൗത്യമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം, കാരുണ്യം അത് അവരുടെ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകുവാനായിട്ട് ആ ഒരു സന്ദേശവുമായിട്ടാണ് ഓരോരുത്തരെയും അയക്കുക. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം നൽകുവാനായിട്ടാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നു, ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവിടെ സ്വന്തം സ്ഥലത്ത് അവിടെ വചനം പ്രഘോഷിക്കുവാനായിട്ട് എഴുന്നേറ്റപ്പോൾ ഈശോയെ ആ നാസറത്തിലുള്ളവർ ദ്വേഷിക്കുന്നതായിട്ട്, ഇവൻ്റെ അപ്പനെയും അമ്മയും എനിക്കറിയാം, ഇവൻ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ നിരാകരിക്കുന്ന ഒരു ജനത്തെ, അതേ ഒരു ചിത്രം തന്നെയാണ് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കാണുക. ജെറമ്യാ ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചപ്പോൾ ജെറമ്യായെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഇസ്രായേൽ ജനം, അവർ നാശത്തിലേക്കാണ് കടന്നു പോകുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. തീർച്ചയായും നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മൂലം ദൈവത്തെ നിരാകരിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ഈ വിശുദ്ധബലിക്കായി വരികയും ചെയ്യാം. ഇന്ന് നമ്മൾ ഡോൺ ബോസ്കോയുടെ ദിനം ആചരിക്കുകയാണ്. മാസത്തിൻ്റെ അവസാന ദിവസം ഡോൺ ബോസ്കോയുടെ പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായുള്ള കൃപാവകര്യങ്ങളും അനുഗ്രഹങ്ങളും ഡോൺ ബോസ്കോയെ പ്രാപിക്കാനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ തെറ്റുകെട്ടിനികയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഉപരി മഹത്വം പ്രചരിപ്പിക്കുന്നതിന് അങ്ങേ സഭയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ അങ്ങ് ഉയർത്തിയല്ലോ. അദ്ദേഹത്തിൻ്റെ സഹായത്താലും മാതൃകയാലും ഭൂമിയിൽ നല്ലവണ്ണം പോരാടി അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങളും കിരീടമണിയുവാൻ അർഹരാക്കണമേ.
അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുടെ ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ജെറേമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അസീറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയോക്കാമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, നീ ദേവാലയ അങ്കണത്തിൽ ചെന്നു നിന്ന് കർത്താവിൻ്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂദാ നിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക. ഒരു വാക്കുപോലും വിട്ടുകളയരുത്. അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അപ്പോൾ അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. നീ അവരോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കലേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ശീലോ പോലെയാക്കും. ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും. ദേവാലയത്തിൽ വെച്ച് ജെറമിയ ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു. ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടി. അവർ പറഞ്ഞു, നീ മരിച്ചേ മതിയാകും. ഈ ആലയം ശീലോ പോലെയാക്കും. ഈ നഗരം വിജനമാകും എന്ന് നീ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചത് എന്തിന്? ജനം മുഴുവൻ ദേവാലയത്തിൽ അവന് ചുറ്റും കൂടി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്ക് ഉത്തരമരുളണമേ. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടിയിഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാനൊരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിപതിച്ചു. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ദൈവമേ, ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എനിക്ക് ഉത്തരമരുളണമേ. കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട വചനവും.
നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷം നമ്മുടെ പാപമെല്ലാം നീക്കം ചെയ്യട്ടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും അതോടൊപ്പം തന്നെ കൂടുതലായി എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകുന്നത് ആ വ്യക്തി അംഗീകരിക്കപ്പെടുമ്പോഴാണ്, ആദരിക്കപ്പെടുമ്പോഴാണ്. തീർച്ചയായിട്ടും ഈശോയെ അവർക്കറിയാമായിരുന്നു. അവിടെ ജീവിച്ചു വളർന്ന് സാധാരണ രീതിയിൽ മാതാപിതാക്കളോട് ഒരുമിച്ച് അവരെ സഹായിച്ച് വളർന്ന ഒരു വ്യക്തി. അത്രയും മാത്രമേ യേശുവിനെ അവർ കണ്ടിരുന്നുള്ളൂ. എന്നാൽ യേശുവിൻ്റെ ആ വിജ്ഞാനം, യേശുവിൻ്റെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. തങ്ങളിൽ ഒരുവനായി വളർന്നയാൾ വളരുന്നത് അവരംഗീകരിച്ചില്ല. പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞണ്ടുകളുടെ സ്വഭാവമെന്ന്. ഞണ്ടുകൾ മറ്റു ഞണ്ട് കയറിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഞണ്ടിനെ പിടിച്ച് താഴേക്ക് വലിച്ചിടുമെന്നാണ് പറയുക. ഇതേ രീതിയിലൊരു മനോഭാവമാണ് അന്നത്തെ ആ നസറത്തിലെ ജനങ്ങളിൽ നമ്മളെ കാണുക. എനിക്ക് അവനെ അറിയാമല്ലോ, അവൻ്റെ അമ്മയെ അറിയാം, അപ്പനെ അറിയാം, കുടുംബ പശ്ചാത്തലം അറിയാം. അവനെ ഇവിടുന്ന് എന്ത് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അവനെ അംഗീകരിക്കില്ല. എനിക്ക് പറയാൻ പറ്റുന്ന കുറ്റങ്ങളെല്ലാം അവനെതിരായിട്ട് പറയും. ആ രീതിയിൽ ആ വ്യക്തിയെ മോശമായി മറ്റുള്ള മുമ്പിൽ താറടിച്ച് കാണിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാതെ, മറ്റുള്ളവരെ ബഹുമാനിക്കാതെ, അവരുടെ പ്രോത്സാഹിപ്പിക്കാതെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും മാതാപിതാക്കൾ അംഗീകാരം ലഭിക്കാത്ത കുട്ടികൾ മോശമായിത്തീരും. എന്നാൽ അംഗീകാരവും ബഹുമാനവും സ്നേഹവും നൽകുന്ന കുട്ടികൾ നല്ല വ്യക്തികളായിത്തീരും. നമ്മളും അതേപോലെയായിത്തീരുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കും. ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വ്യക്തിയെ ആദരിക്കുമ്പോൾ നമ്മൾ കാണുന്ന രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന്, ആശുപത്രിയിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച നല്ല ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തെ വിശുദ്ധനായ ആ ദൈവവിളിയിലേക്ക് നയിച്ചത് എന്ന്. അതുവരെ അദ്ദേഹത്തിന് ലഭിച്ച ബിരുദങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം മാനുഷികമായ രീതിയിൽ അദ്ദേഹം വായിച്ചു തീർത്തു. പക്ഷേ അതൊരിക്കലും അദ്ദേഹത്തിന് സന്തോഷം നൽകിയില്ല. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ, വിശുദ്ധൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് മാറ്റമുണ്ടാക്കി. ഒരു പുതിയ മനുഷ്യനായി യേശുവിന് സ്വയം സമർപ്പിച്ചു. തൻ്റെ കൂട്ടുകാരെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു പുതിയ സഭയുണ്ടാക്കി. ആ സഭ ഇന്ന് ലോകമെമ്പാടും ഒത്തിരിയധികം ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ, വിശുദ്ധരെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ നമ്മൾ അനുകരിക്കുകയാണ്. വിശുദ്ധ ഇഗ്നേഷ്യസിനെ പോലെ നമുക്ക് മാറാം. അതുവഴിയായി നമ്മുടെ ജീവിതത്തിലൂടെ ഒത്തിരിയധികം പേരെ നമുക്ക് യേശുവിലേക്ക് കൊണ്ടുവരാം. അതിനുള്ള കൃപയ്ക്കായി, അനുഗ്രഹത്തിനായി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കാഴ്ചയേകിടാം ഈ
സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ ദിവസങ്ങളുടെ നന്മയ്ക്കുമായി അങ്ങേ കരുണ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ ആഘോഷത്തിൽ ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായി തീരുകയും എല്ലാ വിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സ്ഥാപിച്ച പരമ പരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളെയും സത്യത്തിൽ വിശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ തിരുനാളാഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചന പ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന ഈ ആചരണകളാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഹന്മാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതങ്ങൾ ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങയുടെ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പരിശുദ്ധമാക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായിട്ട് ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പൊലീത്തായോടും വൈദികത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസൻ ആൻ്റണി, ജോണി ഗോമസ്, ഫ്രാൻസിസ് ഫെർണാണ്ടസ്, മേരി പുളിക്കപ്പാടത്ത്, ഹൈഡൻ ഡിസൂസ,
ആൻഡ്രൂ കൊറിയ, ജാൻസി ആൻഡ്രൂ, KK കുര്യൻ, മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായി ചേർന്ന് ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിന് ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാര്യത്തിൽ മാത്രമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും വിശുദ്ധ ജോൺ ബോസ്കോയോടും വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലയോളായോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്തെ രൂപവൽക്കൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്ക് അങ്ങയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെല്ലായ്പ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഇനിയും അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു,
ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് കത്തിച്ചൊലിക്കാനല്ലാതെ മറ്റെന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ഇഗ്നേഷ്യസിനു വേണ്ടി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിച്ച സഹസ്രബലി അങ്ങേ മഹിമയുടെ നിത്യസ്തുതിയിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവേൻ. ദൈവത്തിനും